കോട്ടപ്പുറം രൂപതയുടെ 37ാമത് രൂപതാ ദിനവും 3 വർഷത്തെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. ആഘോഷങ്ങൾ ആർഭാടമാക്കുന്ന സ്വഭാവത്തിന് മാറ്റം വരുത്തണമെന്ന് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. കോട്ടപ്പുറം രൂപതയുടെ 37ാമത് രൂപതാ ദിനവും 3 വർഷത്തെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വിശുദ്ധ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാളും പ്രമാണിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ അർപ്പിച്ച ദിവ്യബലിയിൽ വചനപ്രഘോഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് കുടുംബത്തെയും സമൂഹത്തെയും സമുദായത്തെയും ശക്തിപ്പെടുത്തണം. അർത്ഥമില്ലാത്ത ആഘോഷങ്ങൾ ഉണ്ടാകരുത്. കുടുംബങ്ങൾക്കും സഹപ്രവർത്തകർക്കും പ്രത്യാശ നൽകുന്ന പ്രത്യാശയുടെ തീർത്ഥാടകരാകണമെന്നും ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് ഉദ്ബോധിപ്പിച്ചു. കോട്ടപ്പുറം രൂപതയുടെ പ്രഥമ ഇടയൻ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി. കോട്ടപ്പുറം നിലവിൽ വന്നത് 2027 എത്തുമ്പോൾ രൂപതാ സ്ഥാപകമായതിൻ്റെ റൂബി ജൂബിലി വർഷമാണ്. 3 വർഷം ചേർന്ന റൂബി ജൂബിലിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. രൂപതാദിനത്തിൻ്റെയും റൂബി ജൂബിലി ആരംഭത്തിൻ്റെയും തോമസ് അപ്പോസ്തലൻ്റെയും രക്തസാക്ഷി തിരുനാളിൻ്റെയും മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. തോമസ് അപ്പോസ്തലനുമായി കോട്ടയം രൂപതയ്ക്ക് അഭിരുചിമായ ബന്ധമുണ്ട്. 1957 തോമസ് അപ്പോസ്തലൻ രക്തസാക്ഷി തിരുനാളിനാണ് നമ്മുടെ രൂപത സ്ഥാപിതമായത്. നമ്മുടെ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥൻ തോമസ് ലീഹ തന്നെയാണ്. തോമസ് ലീഹ കപ്പലടങ്ങിയ സ്ഥലമെന്ന് പാരമ്പര്യം പ്രകീർത്തിക്കുന്ന മാലിന്യകര നമ്മുടെ രൂപതയുടെ ഭാഗമാണ്. കോട്ടയിൽ 1523 പോർച്ചുഗീസുകാർ പണിതുയർത്തിയ കോട്ടയുടെ പേര് സെന്റ് തോമസ് കോട്ട എന്നായിരുന്നു. അതുപോലെ നമ്മുടെ കത്തീഡ്രൽ ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ പള്ളി ഭാരതത്തിലെ ആദ്യ ക്രൈസ്തവ ദേവാലയം തോമസ്കാരുടെ പേരിലായിരുന്നു. ആ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി 1551 ഒക്ടോബർ 24 പ്രഖ്യാപിച്ചതായി രേഖകളുണ്ട്. ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആദ്യ വിത്തുകൾ വീണ മണ്ണാണ് നമ്മുടെ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ദിവ്യബലിക്ക് ശേഷം റൂബി ജൂബിലിയുടെ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ ദീപം തെളിയിച്ച് നിർവഹിച്ചു. റൂബി ജൂബിലി ലോഗോ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പ്രകാശനം ചെയ്തു. ജൂബിലി പ്രാർത്ഥന വരാപ്പുഴ അതിരൂപത സഹായ മെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ ചൊല്ലിക്കൊടുത്തു. ജോസഫ്
പള്ളിപ്പള്ളി പിതാവ് എന്നോട് പ്രകാരം വരുവാൻ ആവശ്യപ്പെടുകയും ഞാൻ വരികയും ചെയ്തത്. ഈ ദിവസത്തിൻ്റെ ധന്യമാകുന്ന സ്മരണകൾ ഓർത്തുകൊണ്ട് റൂബി ജൂബിലിയുടെ ഒരുക്കവും നമ്മുടെ ഇടവകയുടെ സ്ഥാപന ദിനവും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ വാർഷികവും ആഘോഷിക്കുന്ന ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടും നേരുകയാണ്. നാം റൂബി ജൂബിലിക്ക് വേണ്ടി ഒരുക്കുകയാണ്. 27 വർഷം നമ്മൾ പൂർത്തിയാക്കി. ഒരു രൂപതയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു യൗവന കാലഘട്ടമാണ്. 37 വർഷം 40ലേക്ക് പ്രവേശിക്കണം. അപ്പോൾ മിഡിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ യൗവനമുണ്ട്. അപ്പോൾ ഈ യൗവനം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ അച്ഛന്മാരുടെ മുഖവും നല്ല യുവാക്കളുടെ മുഖമാണ്, യുവാക്കൾ തന്നെയാണ്. തീർച്ചയായും കോട്ടപ്പുറം രൂപതയുടെ പ്രതീക്ഷയും ബിഷപ്പ് ഡോക്ടർ വാലുങ്കലിനെ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ വരാപ്പുഴ അതിരൂപത അൽമായ കമ്മീഷൻ അസോസിയേറ്റ് ഡയറക്ടർ ഷാജി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. വികാർ ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിക്കളത്തിൽ, ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ, ഫാമിലി അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി എന്നിവർ സംസാരിച്ചു. വരാപ്പുഴ അതിരൂപതയുടെ വടക്കൻ പ്രദേശങ്ങൾ ഉൾച്ചേർത്ത് 1987 ജൂലൈ 3 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ക്വേ ആപ്റ്റിയൂസ് എന്ന ബ്യൂള വഴിയാണ് കോട്ടപ്പുറം രൂപത നിലവിൽ വന്നത്. 2027 രൂപത സ്ഥാപിതമായതിന്റെ റൂബി ജൂബിലി വർഷം. 3 വർഷം നീളുന്ന റൂബി ജൂബിലിക്കാണ് തുടക്കം കുറിച്ചത്. 1987 വിശുദ്ധ തോമസ് അപ്പസ്തോലന്റെ രക്തസാക്ഷിത്വ തിരുനാളിലാണ് രൂപത സ്ഥാപിതമായത്. രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥനും തോമസ് ലീഹയാണ്. തോമസ് ലീഹ കപ്പലിറങ്ങിയ സ്ഥലമെന്ന് പാരമ്പര്യം പ്രകീർത്തിക്കുന്ന മാലിയങ്കര കോട്ടപ്പുറം രൂപതയുടെ ഭാഗമാണ്.